السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറെ ബഹുമാനപ്പെട്ട യാറം നിവാസികളെ, മറ്റു പ്രിയപ്പെട്ട കച്ചവടക്കാരെ, ജീവനക്കാരെ, 7ാം നൂറ്റാണ്ടിൻ്റെ കൂരിരുട്ടിലേക്ക് മാനവിക വിമോചനത്തിന്റെ പ്രകാശദീപവുമായി കടന്നു വന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങൾ അയവിറക്കുന്ന ഇത്തരുണത്തിൽ തിരുനബി കാലം തേടുന്ന വിമോചകൻ എന്ന പ്രമേയത്തിൽ ഗ്രീൻ വാലി യൂണിയൻ ഫോർ ഐഡിയൽ ഡെവലപ്മെന്റ് എഫേർട്ട് സംഘടിപ്പിച്ചിട്ടുള്ള വാഹന പ്രചരണ ജാഥയാണ് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പുതിയ കാലത്തെ മനുഷ്യരെ അസ്വസ്ഥമാക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെയാണ് നാം ഏവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനസമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യർ യാന്ത്രിക ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിൽ നിന്ന് സന്തോഷവും സമാധാനവും ആനന്ദവും അന്യം നിന്ന് പോയിരിക്കുന്നു. സ്വകാര്യ ജീവിത ഇടങ്ങളിൽ പോലും വൻ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ചുറ്റും. പകൽ കൊള്ളയും അഴിമതിയും അനീതിയും അക്രമത്താലും സ്ഥിരം വാർത്തകളായി നിസ്സാരവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. പ്രിയമുള്ളവരെ, ഈ ഒരു സാഹചര്യത്തിലാണ് മാനവ സംസ്കൃതിയുടെ ചരിത്രത്തിൽ ഒളിമങ്ങാത്ത താരമായി പ്രശോഭിക്കുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന പാഠങ്ങൾക്ക്, ജീവിത പാഠങ്ങൾക്ക് പ്രസക്തിയേറി വരുന്നത്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ ദൗത്യവുമായി രംഗപ്രവേശനം ചെയ്ത കാലത്ത് മനുഷ്യരുടെ ജീവിത പാഠങ്ങളെ പറ്റി, ആധ്യാത്മികമായ ജീവിത മണ്ഡലങ്ങളെ പറ്റിയും വികൃത വിശ്വാസങ്ങളെ പറ്റിയും ചരിത്രം വാചാലമായി സംസാരിക്കുന്നുണ്ട്. അധോന്മുഖമായ മാനസിക വ്യവഹാരങ്ങളും വികൃത വിശ്വാസങ്ങളും അവരുടെ ജീവിതത്തിന്റെ താളം ഒന്നായി കെടുത്തി കളഞ്ഞിരിക്കുന്നു. അന്ന് കല്ലും പുല്ലും അവരുടെ ആരാധനാ പാത്രങ്ങളായി മാറി. മാലാഖമാരും അവരിൽ നിന്ന് തന്നെ മരണപ്പെട്ടവരുടെ ആത്മാക്കളും അവരുടെ പ്രാർത്ഥനാ ബിംബങ്ങളായി രൂപപ്പെട്ടു. പ്രപഞ്ച സൃഷ്ടാവിന് പകരം സൃഷ്ടിജാലങ്ങൾക്ക് തന്നെ അവർ ദൈവമായി തിരഞ്ഞെടുത്തു. അവരുടെ നിത്യജീവിതവും സാംസ്കാരികവും ഈ ബഹുദൈവാരാധനയുടെ ഛായയുള്ളതായി മാറി. പുരോഹിതന്മാരും പണ്ഡിതന്മാരും ജ്യോത്സ്യഭാവി പ്രവചനക്കാരും ഈ അവസരത്തെ മുതലെടുത്തുകൊണ്ട് ചൂഷണത്തിന്റെ പുത്തൻ കവാടങ്ങൾ മലർക്കെ തുറന്നു വെച്ചു. ഈ ഒരു ഇരുണ്ട സാഹചര്യത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ ദൗത്യവുമായി രംഗപ്രവേശനം ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിലേക്ക് സന്ദേശം നൽകുകയുണ്ടായി. പ്രപഞ്ച സൃഷ്ടാവായ സാക്ഷാൽ ദൈവമായ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഭയന്നുകൊണ്ട് ജീവിച്ചാൽ മതിയെന്നും, അവനിലേക്ക് മാത്രം നിങ്ങൾ ഭയന്ന് അവനെ മാത്രം തവക്കൽ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ മതിയെന്നും, അതോടൊപ്പം തന്നെ സൃഷ്ടികളിൽ സർവ്വശ്രേഷ്ഠരായ മനുഷ്യർ മറ്റ് സൃഷ്ടികൾക്ക് മുമ്പിലോ മറ്റ് സൃഷ്ടിജാലങ്ങൾക്ക് മുമ്പിലോ അടിമഭാവത്തിൽ തലകുനിച്ച് നിൽക്കേണ്ടതില്ലെന്ന വിമോചനത്തിന്റെ സന്ദേശങ്ങൾ അദ്ദേഹം ആ ജനതയിലേക്ക് നൽകി. ഈ സന്ദേശങ്ങളെ ഉൾക്കൊണ്ട ജനത കേവലം 2 വർഷങ്ങൾ കൊണ്ട് തന്നെ അവർ ബഹുദൈവാരാധന എന്ന് പറയുന്ന സങ്കല്പത്തെ കടപുഴക്കിയെറിഞ്ഞു. പ്രിയമുള്ളവരെ, അവർക്ക് ലോകത്തിന്റെ നെറുകയിലിരുന്നുകൊണ്ട് ലോകത്തെ തന്നെ ഭരിക്കാൻ പ്രാപ്തരായി മാറിയിട്ടുണ്ടായിരുന്നു. സുപ്രസിദ്ധ ആംഗലേയ സാഹിത്യകാരനും രാഷ്ട്രമീമാംസകനുമായ സർ ജോർജ് ബെർണാഡ് ഷാ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: I believe that if a man like him were to assume the dictatorship of the modern world, that he would succeed in solving its problem in a way that would bring the much needed peace and happiness. അദ്ദേഹത്തിന്റെ ജെന്യൂൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇപ്രകാരമാണ്: ആധുനിക ലോകത്തിന്റെ ഭരണാധികാരം അദ്ദേഹത്തെ പോലൊരാൾ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലൊരാൾ ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഈ ലോകത്തെ പ്രശ്നങ്ങളെല്ലാം സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും പരിഹരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് സർ ജോർജ് ബെർണാഡ് ഷാ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയുന്നു. പ്രിയമുള്ളവരെ, ആധുനിക ലോകം ഇപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പാഠങ്ങൾക്ക് കാതോർക്കുകയാണ്. പ്രിയമുള്ളവരെ, ആധുനിക ലോകത്തെ മനുഷ്യർ അഭ്യസ്ത വിദ്യരും ഉന്നത മേഖലകളിൽ ജോലി ചെയ്യുന്നവരും പ്രമുഖരും സാംസ്കാരിക നായകന്മാരൊക്കെ ആണെങ്കിലും ശരി, ഉടുതുണിയില്ലാത്ത മനുഷ്യർക്ക് മുമ്പിൽ ലജ്ജയില്ലാതെ കൈകൂപ്പി നിൽക്കാനും തലകൂപ്പി നിൽക്കാനും വരെ നാണമില്ലാത്തവരായി മാറിയിരിക്കുകയാണ് നമ്മിൽ പല പ്രമുഖന്മാരും.
പശുവിൻ മാംസം വിറ്റതിന്റെ പേരിലും പശുവിൻ മാംസം ആഹരിച്ചതിന്റെ പേരിലും തല്ലിക്കൊല്ലുന്നത് ഇവിടുത്തെ ദൈവേതര സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിച്ചത് കൊണ്ടാണല്ലോ. പശുവിൻ മൂത്രത്തെ കുടിച്ച് ദിവ്യാനുഭൂതി നുകരാനും ചാണകത്തെ വിശുദ്ധമെന്ന് വാഴ്ത്താനും വരെ പരിഷ്കൃത ലോകത്തെ മനുഷ്യരിലേക്ക് വിശ്വാസന്ധത ബാധിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള വിശ്വാസന്ധതകൾക്ക്, ഇത്തരത്തിലുള്ള വിശ്വാസപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഏക പരിഹാരമാണ് കാലം തേടുന്ന വിമോചകനായിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മിലേക്ക് പ്രായോഗികവൽക്കരിച്ച് കാണിച്ചു തന്ന, നമ്മിലേക്ക് പഠിപ്പിച്ചു തന്ന വിമോചനത്തിന്റെ പാഠങ്ങൾ. അതുപോലെ തന്നെ ഇന്ന് സമകാലികമായി നാം കേരളീയ അന്തരീക്ഷത്തിൽ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന 2 വാചകങ്ങളാണ് സ്ത്രീ സുരക്ഷിതത്വം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ളത്. പ്രിയമുള്ളവരെ, മതേതര സാംസ്കാരിക മേഖലകളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വമോ സ്ത്രീകൾക്ക് സമാധാനമോ ഇല്ലെന്ന് മാത്രമല്ല, സ്ത്രീകൾ പീഡനങ്ങൾക്കും അടിമത്തത്തിനും മാത്രം ജനിച്ചവരാണ്, അവർ അങ്ങനെ മാത്രം ജീവിക്കേണ്ടവരാണെന്നുള്ള രീതിയിലുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ചുറ്റും ഇന്ന് കാണാൻ സാധിച്ചിരിക്കുന്നത്. സിനിമാ മേഖലകളിൽ മാത്രമല്ല, അനിയന്ത്രിതമായി സ്ത്രീ പുരുഷ കൂടിച്ചേരലുകൾ എവിടെയൊക്കെ നടക്കുന്നു അവിടെയൊക്കെ മൊത്തവും ഇതാണ് അവസ്ഥ. കേരള പോലീസിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഇക്കഴിഞ്ഞ പോയ വർഷം നമ്മുടെ കേരളത്തിൽ സ്ത്രീകൾക്കെതിരായി നടന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണം 18,980 ആണ്. അതോടൊപ്പം തന്നെ ദ വുമൻ ആൻഡ് മെൻ ഇൻ ഇന്ത്യയുടെ 2023 കണക്കനുസരിച്ച് ഓരോ ദിവസവും നമ്മുടെ ഇന്ത്യയിൽ, ജനാധിപത്യ മതേതരത്വ ഇന്ത്യയിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന ലൈംഗിക പീഡനങ്ങളുടെ എണ്ണം 18,887 ആണ്. അഥവാ ശരാശരി ഓരോ മണിക്കൂറിലും നമ്മുടെ സഹോദരിമാരായിട്ടുള്ള, നമ്മുടെ ഉമ്മമാരായിട്ടുള്ള സ്ത്രീകൾ 87 സ്ത്രീകളാണ് ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത കേസുകൾ എത്രയോ ഇരട്ടിയാണെന്നുള്ളത് നമുക്കൊന്ന് ഊഹിച്ചാൽ തന്നെ മനസ്സിലാകും. പ്രിയമുള്ളവരെ, പീഡിതരും മർദ്ദിതരുമായ സ്ത്രീ സമൂഹത്തിന് സുരക്ഷിതത്വവും സ്വാഭിമാനവും നേടിക്കൊടുത്ത കാലം തേടുന്ന വിമോചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രസിദ്ധ ഇന്ത്യൻ ദാർശനികൻ KS രാമകൃഷ്ണ റാവു അദ്ദേഹത്തിന്റെ മുഹമ്മദ് ദ പ്രൊഫറ്റ് ഓഫ് ഇസ്ലാം എന്ന പുസ്തകത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പെർഫെക്റ്റ് മോഡൽ ഫോർ ഹ്യൂമൻ ലൈഫ്, അതായത് മനുഷ്യ ജീവിതത്തിനുള്ള ഉദാത്ത മാതൃക. അതോടൊപ്പം തന്നെ അദ്ദേഹം അവിടെ കുറിക്കുന്നുണ്ട് മുഹമ്മദ് ദ ഇമാൻസിപ്പേറ്റർ ഓഫ് വുമൺ, സ്ത്രീ വിമോചകനായ മുഹമ്മദ്. ജനിക്കാൻ അവകാശമില്ലാതെ പിടഞ്ഞു മരിക്കാൻ മാത്രം വിധിച്ചിരുന്ന അറേബ്യൻ പെൺകുഞ്ഞുങ്ങൾക്ക് ജനിക്കാനും അന്തസ്സോടുകൂടിയും സമാധാനത്തോടുകൂടിയും സുരക്ഷിതത്തോടുകൂടിയും ജീവിക്കാനുള്ള അവകാശം നേടിക്കൊടുത്ത കാലം തേടുന്ന വിമോചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹം ആ അറേബ്യൻ സമൂഹത്തിലേക്ക് പോയിട്ട് അദ്ദേഹം സഗൗരവം പ്രഖ്യാപിക്കുകയുണ്ടായി. വലാ തഖ്തുലു ഔലാദുക്കും ഖശ്യതൻ ഇംലാഖ്, നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മക്കളെ കൊല്ലരുതെന്ന്. ഈ ഒരു സന്ദേശം ഉൾക്കൊണ്ട അറേബ്യൻ ജനതയിൽ സ്ത്രീകൾക്ക്, അതായത് പെൺകുഞ്ഞുങ്ങൾക്ക് അന്തസ്സോടുകൂടി ജീവിക്കാൻ സാധിക്കുകയുണ്ടായി. പക്ഷേ സ്ത്രീ വിമോചനത്തിന്റെ മഹത്തായ ഈ സന്ദേശങ്ങൾ ഇന്ന് 21ാം നൂറ്റാണ്ടിലെത്തിയിട്ടും ഇവിടുത്തെ മനുഷ്യർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ശരാശരി പ്രതിവർഷം ഉമ്മമാരുടെ മയത്തിൽ, മാതാക്കളുടെ മയത്തിൽ വെച്ച് ഭ്രൂണഹത്യ ചെയ്യപ്പെടുന്ന പെൺകുഞ്ഞുങ്ങളുടെ എണ്ണം 5 ലക്ഷമാണ്. അതായത് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഇപ്പോഴും എന്തോ ഒരു മാനക്കേട് പോലെയാണ് നമ്മുടെ ഈ ഒരു ആധുനിക ലോകത്തെ മനുഷ്യർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഹീനകൃത്യത്തിന് അന്ത്യം കുറിക്കാനായി നമ്മുടെ നാട്ടിലെ നിയമപാലകർ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഇതിനൊന്നും യാതൊരുവിധ അറുതിയും വരുത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രായോഗികവൽക്കരിച്ച് കാണിച്ചു തന്ന, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന സ്ത്രീ വിമോചനത്തിന്റെ പാഠങ്ങൾക്ക് പ്രസക്തി വരുന്നത്. പ്രിയമുള്ളവരെ, കറണ്ട് പോലും എത്തിച്ചേരാത്ത കുഗ്രാമങ്ങളെയും വലിയ വലിയ ഡെവലപ്മെന്റ്സ് നടത്തിയ മെട്രോപൊളിറ്റൻ സിറ്റികളെയും വരെ ഒരുപോലെ വരിഞ്ഞു മുറുക്കിയ ഒരു ലഹരിയാണ്, ഒരു നീരാളിയാണ് ലഹരി എന്നുള്ളത്.
12ഉം 13ഉം വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ നടുവൊടിഞ്ഞ ബെഡിൽ കിടക്കുന്ന വൃദ്ധന്മാർ വരെ ഇന്ന് മാദക ലഹരിയുടെ മയക്കലോകത്താണ്. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ലഹരിയുടെ ലോകത്ത് അഭിരമിക്കുന്നവർ ഇന്ന് ഏറി വരികയാണ്. 2023 കേരള പോലീസ് നടത്തിയ ഒരു സർവേ പ്രകാരം നമ്മുടെ കേരളത്തിൽ ലഹരി ഉപയോഗത്തിൽ 40% 18 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത കുട്ടികളാണെന്നാണ്. അതിൽ ഒരു വലിയൊരു ശതമാനത്തോളം പെൺകുഞ്ഞുങ്ങളാണെന്നുള്ള യാഥാർത്ഥ്യം ഏതൊരു മനുഷ്യത്വമില്ലാത്ത ആളെയാണ് അമ്പരിപ്പിക്കാതിരിക്കുക. അതുപോലെ തന്നെ 2023 ഏപ്രിൽ 11 ഇറങ്ങിയ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്ന ദിനപത്രത്തിലെ ഒരു തലക്കെട്ട് കാണാം. ഷാർപ്പ് റൈസ് ഇൻ സിന്തറ്റിക് ഡ്രഗ് അബ്യൂസ് ഇൻ കേരള. കേരളത്തിൽ കൃത്രിമ ലഹരിയുടെ ഉപയോഗം കുതിച്ചുയരുന്നു. MDMA, LSD, മെത്താംഫിറ്റാമിൻ, കഞ്ചാവ്, മരിജുവാന തുടങ്ങിയ വിവിധ പേരുകളിൽ വിവിധ തരത്തിലുള്ള ലഹരികളാണ് ഇന്ന് നമ്മുടെ കേരളത്തെ വലയം ചെയ്തിരിക്കുന്നത്. നമ്മുടെ മക്കൾ പഠിക്കുന്ന UP സ്കൂളുകൾ മുതൽ വലിയ വലിയ പ്രൊഫഷണൽ ക്യാമ്പസുകൾ വരെ ഇന്ന് ലഹരിയുടെ മയക്കത്തിലാണ്. ലഹരിയുടെ വ്യാപകമായ ഉപയോഗത്തെ പറ്റി ഈ നാട്ടിലെ നാട്ടുകാർക്കും നിയമപാലകർക്കും സർക്കാരിനൊക്കെ അറിയാം. ഇതിൽ നിന്ന് ഈ സമൂഹത്തിനെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് നിയമങ്ങളും ഒരുപാട് ശിക്ഷാ നടപടികളും കൊണ്ടുവന്നെങ്കിലും എത്ര കിണഞ്ഞ് ശ്രമിച്ചിട്ടും ഇതിൽ നിന്ന് യാതൊരുവിധ അറുതി വരുത്താനും ഇവിടത്തെ ആർക്കും സാധിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രിയമുള്ളവരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിമോചന പാഠങ്ങൾക്ക് പ്രസക്തി വരുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ ദൗത്യവുമായി രംഗപ്രവേശനം ചെയ്ത കാലത്ത് ആ നാട്ടിലെ അറേബ്യൻ നാട്ടിലെ ജനങ്ങൾ, അവിടുത്തെ മനുഷ്യർ ലഹരിയില്ലാത്ത ജീവിതം മരണത്തിന് തുല്യമെന്ന് വരെ വിശ്വസിച്ചിരുന്നവരായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ തങ്ങളെ മറവ് ചെയ്യേണ്ടത് മുന്തിരിവള്ളികൾക്ക് താഴെയാണെന്നും അങ്ങനെ ആ മുന്തിരിവള്ളികളിൽ കൂടി ഊഴ്ന്നിറങ്ങുന്ന മദ്യത്തിന്റെ ചഷകങ്ങൾ തങ്ങളുടെ ദ്രവിച്ചു പോയ എല്ലുകൾക്ക് ഊർജം നൽകട്ടെ എന്ന് വരെ വിശ്വസിച്ചിരുന്നവരായിരുന്നു ആ ജനത. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ ആ ജനതയ്ക്ക് ലഹരിയിൽ നിന്ന് വിമുക്തി നേടാൻ സാധിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദൈവ പരലോക വിശ്വാസത്തെ ആ ജനതയിലേക്ക് കൂടുതലായി നൽകിക്കൊണ്ട് ആ ജനതയെ ലഹരിയിൽ നിന്നും വിമുക്തരാക്കാൻ സാധിച്ചിരുന്നു. കേവലം നിയമശിക്ഷാ നടപടികളിലൂടെ മാത്രം മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു പ്രശ്നമല്ല ലഹരി എന്നുള്ളത്. കൃത്യമായിട്ടുള്ള ദൈവ പരലോക വിശ്വാസങ്ങളിലൂടെ അങ്ങനത്തെയുള്ള പ്രബോധനങ്ങളിലൂടെ മാത്രമേ നമുക്ക് ഈ ലഹരി എന്ന് പറയുന്ന ഇത്രയും വലിയൊരു പ്രശ്നത്തെ നിന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നാം ഏവരും നേരിട്ട് കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ദാരിദ്ര്യം എന്നുള്ളത്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ കണക്കനുസരിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 220 ദശലക്ഷം ആളുകളുടെ ദിവസ വരുമാനം കേവലം 32 രൂപയിൽ കുറവ് മാത്രമാണ്. അഥവാ നാം പുരോഗതിയിലേക്ക് കുതിക്കുന്നുവെന്ന് ഗീർവാണം മുഴക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ 63% ആളുകളും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണുകൊണ്ടേയിരിക്കുകയാണ്. ദാരിദ്ര്യത്തോടൊപ്പം സാമ്പത്തിക ചൂഷണങ്ങളും കൂടി ആയപ്പോൾ ഏതൊരു സാധാരണക്കാരനും പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളായി അവർ അത്രത്തോളം പ്രശ്നങ്ങളിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ മാത്രം പ്രശ്നമല്ല. സാമ്പത്തിക ചൂഷണം, അഴിമതി, പലിശ, ധൂർത്ത് ഇങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ ലോകത്ത് എവിടെയൊക്കെ നിലനിൽക്കുന്നോ അവിടെയെല്ലാം ഇത് തന്നെയാണ് സ്ഥിതി. പണക്കാരൻ കൂടുതൽ പണക്കാരനായും ദരിദ്രൻ കൂടുതൽ ദരിദ്രനായും മാത്രം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സാമ്പത്തിക അസമത്വങ്ങൾക്ക് അറുതി വരുത്താനും സാമ്പത്തിക സന്തുലിതകളെ നടപ്പിൽ വരുത്താനുമായിട്ട് ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും പോലുള്ള ഒരുപാട് ഇസങ്ങൾ രംഗപ്രവേശനം ചെയ്തെങ്കിലും ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇതുവരായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മാറ്റം വരുത്താനോ ഇല്ലെങ്കിൽ സാമ്പത്തിക സന്തുലിത നടത്തിൽ വരുത്താനോ സാധിച്ചിട്ടില്ല. ഇവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റം വരുത്തിയ സാമ്പത്തിക സന്തുലിതകളെ നാം നോക്കേണ്ടത്. ലോകത്ത് മനുഷ്യർ ധന്യതയോടുകൂടി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അത് കാലം തേടുന്ന വിശ്വവിമോചകൻ മുന്നിൽ വെച്ച സാമ്പത്തിക നയങ്ങളെ അക്ഷരം പ്രതി അനുസരിച്ച ജനതയായിരുന്നു അവർ. സക്കാത്ത് വാങ്ങാൻ പോലും അവകാശികളില്ലാത്ത, സക്കാത്ത് വാങ്ങാൻ പോലും പാവപ്പെട്ടവരില്ലാത്ത ഒരു നാടായി മാറി.
ചൂഷണവും അഴിമതിയും നിർമ്മാർജ്ജനം ചെയ്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതോടൊപ്പം പലിശ എന്ന ദുർഭൂതത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാകെ നിർമ്മാർജ്ജനം ചെയ്തിരുന്നു. വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയരുതെന്ന സാഹോദര്യത്തിന്റെ സന്ദേശങ്ങൾ, സാഹോദര്യത്തിന്റെ പാഠങ്ങൾ അദ്ദേഹം ആ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അവർക്ക് ദാരിദ്ര്യത്തെ മുഴുവനായി തന്നെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവതരിപ്പിച്ച ഈ സാമ്പത്തിക നയങ്ങൾ നമുക്ക് ഇന്നും നടപ്പിൽ വരുത്താൻ കഴിയാവുന്നതേ ഉള്ളൂ. കേവലം നാം ഏവരും ഇച്ഛാശക്തി കാണിച്ചാൽ മാത്രം മതി. ദരിദ്രർ, അനാഥർ, തെരുവിന്റെ മക്കൾ, കടബാധിതർ, അഗതികൾ, അവർക്ക് നിങ്ങൾ അവരുടെ അവകാശങ്ങൾ നൽകുക, അവരെ നിങ്ങൾ കൈപിടിച്ചുയർത്തുക എന്നുള്ള അദ്ദേഹം അവരെ കൈപിടിച്ചുയർത്തുക എന്നുള്ള സന്ദേശങ്ങൾ ആ ജനതയ്ക്ക് നൽകി. ഈ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവർ ആ നാട്ടിൽ പാവപ്പെട്ടവരില്ലാതെയാക്കി. പലിശ, പൂഴ്ത്തിവെപ്പ്, പിശുക്ക്, ധൂർത്ത് എന്നിങ്ങനെയുള്ള ദുർഭൂതങ്ങളെ അദ്ദേഹം ഒന്നാകെ കടപുഴക്കിയിരുന്നു. സ്വതക്ക, സക്കാത്ത് എന്നിങ്ങനെയുള്ള മാർഗങ്ങളിലൂടെ നിങ്ങൾ നന്മകളെ നേടിയെടുക്കുക എന്ന് അദ്ദേഹം അവരെ ഉദ്ബോധിപ്പിച്ചു. ഖുർആനിലൂടെ പറയുന്നു, ഫആതിൽ ഖുർബ ഹഖഹു വൽ മിസ്കീൻ വബ്ന സബീൽ ദാലിക ഖൈറുൻ ലില്ലദീന യുരീദൂന വജ്ഹല്ലാഹി വഊലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആകയാൽ കുടുംബബന്ധമുള്ളവന് നീ അവന്റെ അവകാശം കൊടുക്കുക, അഗതിക്കും തെരുവ് മക്കൾക്കും അവരുടെ അവകാശവും നൽകുക. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കുന്നവർക്ക് അതാണ് ഉത്തമം. വമാ ആതീതും മിൻ റിബൻ ലിയർബു ഫീ അംവാലിൻ നാസ് ഫലാ യർബു ഇൻദല്ലാഹ് വമാ ആതീതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹി ഫഊലൈക ഹുമുൽ മുദ്ഇഫൂൻ. ജനങ്ങളുടെ സ്വത്തുകളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശയ്ക്ക് കൊടുക്കുന്ന പക്ഷം അത് അള്ളാഹുവിങ്കൽ വളരുകയില്ല. അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും സക്കാത്തായി നൽകുന്ന പക്ഷം അങ്ങനെ ചെയ്യുന്നവരത്രേ ഇരട്ടി സമ്പാദിക്കുന്നവർ. പ്രിയമുള്ളവരെ, സമകാലിക ലോകത്തെ മനുഷ്യർ 100 കൂട്ടം പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന വിമോചനത്തിന്റെ പാഠങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായോഗികവൽക്കരിച്ചു തന്ന ഇസ്ലാമാണ് ഇത്തരത്തിലുള്ള 100 കൂട്ടം പ്രശ്നങ്ങൾക്കുള്ള ഏക പരിഹാരം. ആ ഒരു വിമോചനത്തിന്റെ പാഠങ്ങളെ, വിമോചനത്തിന്റെ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്കേവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.